തമിഴ്നാട്ടിലെ തിരുവള്ളൂരിൽ ചരക്ക് ട്രെയിനിന് തീപിടിച്ചതിൽ അട്ടിമറി സംശയം ഉയരുകയാണ്. അപകടം നടന്ന സ്ഥലത്ത് പാളത്തിൽ വിള്ളൽ കണ്ടെത്തിയിട്ടുണ്ട്. ഇത് അപകടത്തിന് കാരണമായോ എന്നാണ് സംശയം. ചരക്ക് ട്രെയിൻ പാളം തെറ്റിയ ശേഷമാണ് തീപിടിച്ചത്. സ്ഥലത്ത് റെയിൽവേ ഉദ്യോഗസ്ഥർ എത്തിയിട്ടുണ്ട്. അവർ പരിശോധന നടത്തുകയാണ്. ഡീസൽ കയറ്റി വന്ന ട്രെയിനിന്റെ വാഗണുകൾക്കാണ് തീപിടിച്ചത്. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ പാളത്തിൽ വിള്ളൽ കണ്ടെത്തിയതാണ് അട്ടിമറി സംശയത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. റെയിൽവേ എന്തായാലും അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. കെ ബി ശ്രീധരനാണ് വിവരങ്ങളുമായി ചേരുന്നത്. ശ്രീധരൻ, അട്ടിമറി സംശയം അത് വളരെ ഗൗരവമേറിയ ഒരു വിഷയമാണ്. അങ്ങനെ ഒരു സംശയത്തിന്റെ ആധാരം എന്താണ്? ആര്യ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ സംഭവം നടന്ന ഈ അപകടം നടന്ന വാഗണുകൾ പാളം തെറ്റിയതിന് 100 മീറ്റർ പരിധിയിൽ വെച്ചുകൊണ്ട് ഈ പാളത്തിൽ വലിയ വിള്ളൽ കണ്ടെത്തിയിട്ടുണ്ട്. ഈ വിള്ളലിൽ പെട്ടാണ് ഈ ട്രെയിനിൻ്റെ 3 വാഗണുകൾ പാളം തെറ്റുന്നത്. ഇതിനെ തുടർന്നാണ് ഡീസൽ ചോർച്ചയുണ്ടാകുന്നത്. ഇങ്ങനെ ഇന്നിപ്പോൾ റെയിൽവേ രാവിലെ നടത്തിയ പരിശോധനയിലാണ് ഈ വിള്ളലുകൾ കണ്ടെത്തിയത്. ഈ വിള്ളലുകൾ എങ്ങനെ ഉണ്ടായി എന്നത് സംബന്ധിച്ച അന്വേഷണം ഇപ്പോൾ തുടരുകയാണ്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഏതെങ്കിലും തരത്തിലുള്ള അട്ടിമറി ശ്രമം ഇതിന് പിന്നിലുണ്ടോ എന്നുള്ള ഒരു സംശയം റെയിൽവേ പങ്കുവയ്ക്കുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ റെയിൽവേ ഇതിനു മുൻപ് ഈ വിള്ളൽ ഉണ്ടായിരുന്നു തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ പരിശോധനകൾ ഇപ്പോൾ തുടരുകയാണ്. ഏതായാലും തീ ഇപ്പോൾ പൂർണ്ണമായിട്ടും അടച്ചിട്ടുണ്ട്. 5 വാഗണുകൾക്കാണ് തീ പിടിച്ചത്. ഏതാണ്ട് 27,000 ലിറ്റർ ഡീസൽ ഈ വാഗണുകളിൽ ഉണ്ടായിരുന്നു. ഇന്ന് രാവിലെ 5 മണിയോടുകൂടിയാണ് തിരുവള്ളൂരിന് സമീപത്ത് വെച്ചുകൊണ്ട് ഈ ചരക്ക് തീവണ്ടി പാളം തെറ്റുകയും തുടർന്ന് തീപിടിക്കുകയൊക്കെ ചെയ്തത്. പ്രദേശത്തുള്ള താമസിക്കുന്ന ആളുകളെയൊക്കെ അവിടെ നിന്ന് മാറ്റുകയൊക്കെ ചെയ്തിരുന്നു. ഈ ട്രെയിൻ തീപിടിക്കുന്ന സമയത്ത് മറ്റൊരു ട്രാക്കിലൂടെ സമാന്തരമായി മംഗളൂരു മെയിൽ പോകുന്നുണ്ടായിരുന്നു. ഒരുപക്ഷെ തീ ആളിപ്പെടാതിരുന്ന് വലിയ അപകടം ഒഴിവാക്കി എന്നുള്ളത് ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ്. ഏതായാലും ഇതിൻ്റെ അന്വേഷണം ഇപ്പോൾ റെയിൽവേ തുടങ്ങിക്കഴിഞ്ഞു. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ അട്ടിമറി സാധ്യതകൾ കൂടി റെയിൽവേ പരിശോധിക്കുന്നത്. ശരി.